സ്റ്റാളുകളിൽ പൂവസന്തം ഒരുക്കുകയാണ് പെരുമ്പാവൂർ കോടനാട്ടെ കുട്ടിക്കൂട്ടം. കോടനാട് SNDP LP സ്കൂളിലെയും SN നഴ്സറി സ്കൂളിലെയും കുട്ടികൾ ചേർന്നാണ് ചെണ്ടുമല്ലി പൂവസന്തം തീർക്കുന്നത്. ഓണത്തിന് ഒരു വട്ടിപ്പൂ എന്ന ആശയത്തോടെയായിരുന്നു വിദ്യാർത്ഥികളുടെ ചെണ്ടുമല്ലിപ്പൂ കൃഷി. പെരുമ്പാവൂർ കോടനാട് SNDP സ്കൂൾ വിദ്യാലയമുറ്റം ഇപ്പോൾ ഒരു പൂപ്പാടമാണ്. LP സ്കൂളിലെയും SN നഴ്സറിയിലെയും കുഞ്ഞുങ്ങളുടെ അധ്വാന ഫലമാണ് 20 സെന്റിലെ ഈ ചെണ്ടുമല്ലി പൂപ്പാടം. മൂന്ന് മാസം മുമ്പ് സ്കൂൾ മാനേജർ ദീപക് ദിവാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഓണത്തിനൊരു വട്ടിപ്പൂ എന്ന ആശയത്തോടെ ചെണ്ടുമല്ലിപ്പൂ കൃഷി ആരംഭിച്ചത്. തങ്ങളെക്കാൾ പൊക്കത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പൂക്കൾ വിളവെടുക്കുമ്പോൾ കുട്ടികൾക്കും നിറഞ്ഞ സന്തോഷം. ഞാൻ ഈ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനും എന്റെ കൂട്ടുകാരും ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ഞങ്ങൾക്ക് ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഒക്കൽ കൃഷിഭവനിൽ നിന്നും ലഭ്യമാക്കിയ 1000 ചെണ്ടുമല്ലി തൈകൾ പോളിത്തീൻ ഷീറ്റുകൾ വിരിച്ച് ശാസ്ത്രീയമായി നടുകയായിരുന്നു. കർഷകർ കൂടിയായ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സാംബശിവൻ, NP സാജു എന്നിവരുടെ മേൽനോട്ടത്തിലും അധ്യാപകൻ MK ദിലീപിന്റെ നേതൃത്വത്തിലുമായിരുന്നു പരിപാലനം. ഇതിൽ പ്രകൃതി നമ്മളോട് വളരെയേറെ സഹായകമായി കനിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഒരു ഘട്ടത്തിലും നനയ്ക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് മഴ ലഭിച്ചിരുന്നു. അത് കള പറിക്കുന്ന സമയത്ത് വളരെ സഹായമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് വല്ലാതെ ഉറയ്ക്കുന്നതാണ്. ഉറഞ്ഞെടുക്കുന്ന ഒരു ഭൂമിയെയാണ് നമ്മൾ ഈ ഒരു കൃഷിയിടം ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തത്. വിദ്യാലയമുറ്റം പൂക്കളാൽ സമൃദ്ധമായതോടെ ആവശ്യക്കാരും ഏറിയെന്ന് പ്രധാനാധ്യാപിക ലേഖ. ഓണം വിപണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ നാട്ടില് ഓണം ആഘോഷിക്കുന്ന വീടുകളിലെല്ലാം നമ്മൾ പൂവിൽ വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രക്ഷിതാക്കൾ തന്നെ, കുട്ടികളുടെ രക്ഷിതാക്കൾ തന്നെ ഇതിൽ പൂക്കൾ ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുട്ടികൾ വിളവെടുക്കുന്ന പൂക്കൾ പാക്ക് ചെയ്ത് കവറിലാക്കിയാണ് വിൽപ്പന. ഒരു കവർ പൂവിന് 100 രൂപ നിരക്കിൽ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് വിൽപ്പന നടത്തുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.